യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വിഷയം നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം മറ്റൊന്നുമല്ല, മറ്റ് ചാനലുകൾ എനിക്ക് മറ്റ് ചാനലുകളുണ്ട്, അതിലെല്ലാം നമുക്കിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. അതെല്ലാം മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണ്. ഇത് മാത്രമാണ് മോണിറ്റൈസ്ഡ് ആകാത്ത ചാനൽ. നമ്മുടെ സുഹൃത്തുക്കൾ, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ടുവരുന്ന എൻ്റെ നമ്പർ, ഇതായി കാണുന്ന നമ്പർ കണ്ടുവരുന്ന സുഹൃത്തുക്കൾ ചോദിക്കുന്ന സംശയങ്ങളൊക്കെയാണ് ഞാൻ മിക്കവാറും, അല്ലെങ്കിൽ എൻ്റെ തന്നെ ആയിട്ടുള്ള പരീക്ഷണങ്ങൾ, ഞാൻ എൻ്റെ ചാനലിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, എൻ്റെ തന്നെ ആയിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് ഡിലേ ആകുന്നത്. എൻ്റെ മറ്റ് ചാനലുകളിൽ വീഡിയോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വരുമാനം മുട്ടും. അതുകൊണ്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കുറച്ച് ഡൗൺ ആയി പോയത്. ഇനി അങ്ങോട്ട് സ്ഥിരം വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും, എല്ലാ ഫ്രണ്ട്സിനും ഉള്ളൊരു പ്രശ്നമാണ്. വീഡിയോ എത്ര നല്ല വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, എത്ര ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയാലും, എത്ര ക്വാളിറ്റി ഉള്ള വീഡിയോ ആയാലും, സൗണ്ട് ആയാലും പിക്ചർ ക്വാളിറ്റിയൊക്കെ ഉള്ള, വീഡിയോ ക്വാളിറ്റിയൊക്കെ ഉള്ള നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും നമുക്ക് വീഡിയോ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റീച്ച് കുറയുന്നു. അത് ഷോർട്ട് വീഡിയോ ആയാലും ശരി തന്നെ, ലോങ് വീഡിയോ ആയാലും ശരി തന്നെ. ചിലർക്ക് 400-450 വന്ന് വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട് ഷോർട്ട് വീഡിയോ, ചിലർക്ക് 1000 സ്റ്റക്ക് ആവുന്നുണ്ട്, ചിലർക്ക് 2500 സ്റ്റക്ക് ആവുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു മറുപടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ നമുക്ക് വീഡിയോ റീച്ച് ആക്കിയെടുക്കാം. എത്രയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും യൂട്യൂബിനൊരു പരിധിയുണ്ട്. ആ പരിധിയിൽ മാത്രമേ, അല്ലെങ്കിൽ യൂട്യൂബിനൊരു അൽഗോരിതം ഉണ്ട്, ആ അൽഗോരിതത്തിൽ കയറി പിടിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോ അങ്ങോട്ട് കയറി പോകത്തുള്ളൂ. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിലെ ചാനലിൽ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഒരു വെബ്സൈറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് മൂലമുള്ള കാര്യമാണ് പറയുന്നത്. വീഡിയോ ഏത് തന്നെ ആവട്ടെ, എന്ത് കണ്ടന്റ് തന്നെ ആവട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ അതിനൊരു നല്ല തംബ്നെയിൽ കൊടുക്കുക. തംബ്നെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആ ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോയിലേക്ക് ആളുകൾ വരുന്നത്. അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മുടെ വീഡിയോയിൽ കയറി നോക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ടൈറ്റിലാണ്. ടൈറ്റിലും അത് ആകർഷകമായിട്ടുള്ള ഒരു ടൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണോ നമ്മുടെ സബ്ജക്റ്റ്, അതിനെക്കുറിച്ചുള്ളൊരു ഒരു ലഘുലേഖനം എന്ന് തന്നെ പറയാം. ഒരു എബൌട്ട് സെക്ഷൻ, ആ വീഡിയോയെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വാക്കുകൾ നമ്മൾ 5000 ലെറ്റേഴ്സാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി, പേഴ്സണൽ ആയാലും കുഴപ്പമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. മുന്നേ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കുകൾ അത് കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാഷ്ടാഗുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ആ വീഡിയോയിൽ ഏത് സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ചാണെങ്കിൽ, ഒരു സാധനത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ സ്ഥലത്തെക്കുറിച്ചാണെങ്കിൽ അവിടുത്തെ ലൊക്കേഷനും, ഒരു സാധനത്തിനെ കുറിച്ച് ഒരു പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക്, അതൊക്കെ വരുമല്ലോ. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ കിട്ടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ വീഡിയോ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് കൊണ്ടു കൊടുക്കാം. ഷോർട്ട് വീഡിയോയ്ക്ക് ലിങ്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ, ലോങ് വീഡിയോയ്ക്ക് മാത്രമേ ലിങ്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത് അറിയാത്ത പലരും ഉണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ലോങ് വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്കുകൾ കൊണ്ട് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഉള്ളത് ടാഗുകൾ കൊടുക്കാം, ഹാഷ്ടാഗുകൾ കൊടുക്കാം. ഹാഷ്ടാഗുകൾ, കീവേഡ്സുകൾ, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, അത് വിട്ടേക്കും. പ്ലേലിസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്ലേലിസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറിനെ കുറിച്ചൊരു വീഡിയോ, വാഹനങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കാറ്റഗറി വാഹനങ്ങളെക്കുറിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഇതിൽ നമുക്ക് കാറുകളെക്കുറിച്ച്, ബൈക്കുകളെക്കുറിച്ച്, ഇതൊക്കെ ഓരോ കാറ്റഗറി, ഓരോരോ പ്ലേലിസ്റ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് വയ്ക്കാം. അപ്പോൾ ബൈക്കുകളെക്കുറിച്ച് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബൈക്കുകളുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാം. കാറുകളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ കാറുകളെ മാത്രം വെച്ചിട്ടൊരു പ്ലേലിസ്റ്റ്. പിന്നെ ഈ പാർട്സിനെ കുറിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുന്നത്, മെയിനായിട്ട് വരുന്നത് ടാഗ്, പിന്നെ ഉള്ളത് ലാംഗ്വേജ്,
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും കാറ്റഗറി എന്താണ് എന്നുള്ളത് വലിയ പിടുത്തം കാണില്ല. വരുന്ന വീഡിയോയിൽ നമുക്കതും കൂടെ പറയാം. അതിനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾ കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഇതെല്ലാ യൂട്യൂബർമാരും പറയുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഞാനൊരു ഈ കൂടെ പറയുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് സ്ക്രീന് അതായത് ലോങ് വീഡിയോ ആണെങ്കിൽ എൻഡ് സ്ക്രീന്, പിന്നെ ഐ കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള എൻഡ് സ്ക്രീനും ഐ കാർഡും ഒക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം അവസാനം നമ്മൾ പബ്ലിക് ആക്കാൻ പോകുന്ന ഒരു ഇതാണ് നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്നത്. ഇതിൽ പലർക്കും ടാഗ് എന്താണെന്നോ #ടാഗ് എന്താണെന്നോ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടാഗ് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ #ടാഗ് കൊടുക്കാം എന്നൊക്കെ ഉള്ളത് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഇന്ന് ഉപകാരപ്പെടുന്നത്. നമ്മൾ 500 ലെറ്റേഴ്സാണ് ടാഗ് എന്ന് പറയുന്ന ബോക്സിൽ കൊടുക്കേണ്ടത്. അതിൽ ഓരോ വേർഡ് കഴിഞ്ഞിട്ടും നമ്മൾ കോമ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൽ സ്പേസ് ഇട്ട് അടുത്ത വേർഡ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു കാറിനെ കുറിച്ചുള്ള വീഡിയോ, ഇപ്പോൾ ടൊയോട്ടോ ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു കാറിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ടൊയോട്ടോ സ്പേസ് ഫോർച്യൂണർ എന്നുള്ളത് കൊടുത്തിട്ട് കോമ കൊടുത്തു കഴിഞ്ഞാൽ അത് 2 വേർഡുകളായി ഒറ്റ സെൻറ്റൻസ് പോലെയായത്. അത് കഴിഞ്ഞ് ടൊയോട്ടോ എന്ന് മാത്രം നമുക്ക് കൊടുക്കാം, കോമ ഇട്ടിട്ട് ഫോർച്യൂണർ കൊടുക്കാം. അത് കഴിഞ്ഞ് കാറെന്ന് കൊടുക്കാം. അങ്ങനെ എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം, കാറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് കൊടുക്കാം. പക്ഷേ പലരും ചെയ്യുന്നത് യൂട്യൂബ് റീച്ച്, യൂട്യൂബ് വൈറൽ, അല്ലെങ്കിൽ മില്യൻസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ടാഗുകളാണ് ഇവർ കൊടുക്കുന്നത്. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതവിടെ കിട്ടണം. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ വൈറൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100,000 വൈറലുണ്ടാവും. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണോ അതിനെക്കുറിച്ചുള്ള ഒരു ടാഗാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ടാഗ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ടാഗ് ജനറേറ്റ് ചെയ്യുന്ന, അതായത് #ടാഗ് അല്ല ടാഗ് ജനറേറ്റ് ചെയ്യുന്ന. ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്സുകൾ മാത്രമേ വരത്തുള്ളൂ, കീവേഡ്സുകൾ മാത്രമേ വരുള്ളൂ. #ടാഗ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ # കാണും, ഈ കാണുന്ന സിമ്പിൾ അത് കാണും. അതിനോട് ചേർന്ന് സ്പേസ് ഇല്ലാതെ നമ്മൾ എന്താണോ വേർഡ് അത് കൊടുക്കുക. അത് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതും കൂടെ പരിചയപ്പെടുത്തി തരാം. അതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള ടാഗുകൾ നമുക്ക് കിട്ടും. ആ വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. റാപ്പിഡ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റാണ്. അതിലോട്ട് കയറുക, യൂട്യൂബ് ടാഗ് ജനറേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും യൂട്യൂബ് ടാഗ് ജനറേറ്റർ. അതിൻ്റെ താഴെ ഒരു സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെർച്ച് ബാറും ഉണ്ടായിരിക്കും. നമ്മളിപ്പം ഒരു ഇന്നോവ കാറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇന്നോവ എന്ന് കൊടുത്തു കഴിയുകയാണെങ്കിൽ ഇന്നോവ എന്ന് കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇന്നോവയെക്കുറിച്ച് ആരൊക്കെ അധികം ആൾക്കാർ ഇന്നോവയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള കീവേഡ്സുകളെല്ലാം ടാഗുകളെല്ലാം ഇവിടെ വന്ന് കിടന്നോളും. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേതെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു യാത്ര പോവുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ട്രിവാൻഡ്രത്തിൽ അല്ലെങ്കിൽ ഒരു ആലപ്പുഴയിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്. ആലപ്പുഴ ഹൗസ് ബോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ, ഇപ്പം ഞാൻ ആലപ്പുഴ ഹൗസ് ബോട്ട് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ഹൗസ് ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടാഗുകളും ഇവിടെ ഒരു കുമരകം ഹൗസ് ബോട്ട്, കേരള ആലപ്പുഴ ബോട്ട് ഹൗസ്, പിന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് ആലപ്പുഴ, ഇങ്ങനെ കുറേ ടാഗുകൾ വരും. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ടാഗുകളെല്ലാം കോപ്പി ചെയ്യുക. ഇവിടെ താഴെ തന്നെ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കോപ്പിയുടെ നമ്മൾ അവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ നേരെ ചെയ്യേണ്ടത് നമ്മുടെ YT സ്റ്റുഡിയോ ക്രോമിൽ കയറുക. ക്രോമിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കയറിയാലും മതി, ആപ്ലിക്കേഷനിൽ കയറിയാലും മതി. അവിടെ നിന്ന് നമ്മൾ ഏത് വീഡിയോയിലാണ്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കാണിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊണ്ടുവന്ന് ഇവിടെ നമ്മളൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് കൊടുക്കുകയാണ്. അത് എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് കിടന്നോളും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ
നേരെ പോകുന്നത് നമ്മൾ ഇത് കൊടുക്കാൻ മറന്നു കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ടാഗിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ പോയി സേവ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യാത്തതിൻ്റെ കാര്യം, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ആലപ്പുഴയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വീഡിയോ ആണ് ഇത് കിടക്കുന്നത്. നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഞാനിത് സേവ് ചെയ്യുന്നില്ല. അൺഡു ചേഞ്ചസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള മാറ്റങ്ങളെല്ലാം ഇവിടെ അങ്ങ് മാറിക്കൊള്ളും. നമ്മൾ കൊണ്ടിട്ട കാര്യങ്ങളെല്ലാം ഇവിടെ അങ്ങ് മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാഗ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഹാഷ് ടാഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തില്ലേ, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കോപ്പി ചെയ്തതിൻ്റെ മുന്നിൽ എല്ലാത്തിലും നമുക്ക് ഹാഷ് ഇട്ട് കൊടുത്തിട്ട് എന്താണ്ട് ഇവിടെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ കാണുന്ന സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിനെ അങ്ങ് മാറ്റി കൊടുക്കുക. ബാക്ക് സ്പേസ് അടിച്ച് അതിന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഹാഷ് കൊടുത്താൽ മതി. ഇവിടെ വന്നിട്ട് നമുക്കൊരു ഹാഷ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹാഷ് ടാഗായി. ഇതാണ് ഹാഷ് ടാഗ്. ഇതിൽ ടാഗിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാഗിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വേറൊരെണ്ണമാണ് കേട്ടോ. ഹൗസ് ബോട്ട് ഇതെല്ലാം മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടയക്കുക. ഇത് മറ്റൊരു വീഡിയോയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ഒരു TV റിപ്പയറിങ്ങിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇതിൽ ഹൗ ടു റീപ്ലേസ് ഫ്രെയിംലെസ് TV ഡിസ്പ്ലേ മലയാളം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് സ്പേസ് കൊടുക്കാൻ പറ്റും. ഹൗ കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, ടു കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, അങ്ങനെ കൊടുക്കും. പക്ഷേ അത് ടാഗിലാണ് കൊടുത്തിരിക്കുന്നത്. മറിച്ച് ഹാഷ് ടാഗിലേക്ക് വരുമ്പോൾ, ഇതാണ്ട് ഇവിടെ നോക്കുമ്പോൾ ഹാഷ് ടാഗിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നിനും സ്പേസ് വരത്തില്ല. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഒന്നിനും സ്പേസ് വരത്തില്ല. ഡിസ്പ്ലേ ബ്രോക്കൺ എന്ന് പറയുന്നതിൽ ഡിസ്പ്ലേ സ്പേസ് ബ്രോക്കൺ ആണ്. അപ്പം ഞാനിതിൽ ഒറ്റ ഇതിലാണ് ഡിസ്പ്ലേ ബ്രോക്കൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്, ഹാഷ് ടാഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാഗും ഹാഷ് ടാഗും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ പ്രേക്ഷകരെ നമ്മൾ ഇതിലൊഴുക്കി നമ്മുടെ ചാനലിലേക്ക് സെർച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാഷ് ടാഗ് ഇതെല്ലാം കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പുതിയ കൂട്ടുകാർ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കും.